ഹലോ ഹായ്, ഐ എം മുബഷിറ. പല മാതാപിതാക്കളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് മക്കളിലെ അമിത വാശിയും കരച്ചിലും. ഇവിടെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ വിശദീകരിക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ മക്കൾ ഏതിനും എന്തിനും വാശിയാണ് എന്നുള്ള സംസാരം നിങ്ങൾ ഡെയിലി എത്ര തവണ ഉപയോഗിക്കാറുണ്ട്? നിങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ, രണ്ടാളുകൾ കൂടുന്ന സ്ഥലത്ത് എല്ലാം നിങ്ങൾ പറയാറില്ലേ, എൻ്റെ മോൻക്ക് വാശിയാണ്, അവന് ഒന്നിനും കൊള്ളത്തില്ല, ഈ ഒരു സ്ഥലത്തേക്കും അവനെ കൂട്ടി പോകാൻ പറ്റത്തില്ല എന്നെല്ലാം. ഇതെല്ലാം വന്ന് പതിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും കൂടെയാണെന്ന് ഓർക്കണം. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് നിങ്ങളെ മൈൻഡിനെ സ്വാധീനിക്കുകയും അത് നിങ്ങളുടെ കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നിങ്ങൾ എന്തൊക്കെ ടിപ്പുകൾ യൂസ് ചെയ്തിട്ടും കുട്ടികളിൽ മാറ്റങ്ങൾ കണ്ടുവരാത്തത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളിലെ നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാനും അത് തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാനും അത് തന്നെ മക്കളിൽ വീണ്ടും വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവരെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളത്. പിന്നെ നമ്മൾ കുട്ടികളുടെ വാശിയിലേക്ക് വരുന്ന സമയത്ത് ഞാനതിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 3 ലെവൽസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 3 ടൈംസ് ആക്കിയിട്ട്, വാശിയുടെ 3 സമയങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് കുട്ടികൾ വാശി കാണിക്കുന്നതിന് മുന്നേയുള്ള സമയം. ശേഷം രണ്ടാമത്തെ കാര്യമാണ് വാശി കാണിക്കുന്ന ടൈം. മൂന്നാമത്തെ കാര്യം ആഫ്റ്റർ ടാൻട്രം, വാശി കാണിക്കുന്നതിന് ശേഷം, വാശിയൊക്കെ കാണിച്ചതിന് ശേഷമുള്ള ടൈം. ഈ 3 ടൈമുകളും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു എന്തിനും ഏതിനും വാശി കാണിക്കുക എന്നുള്ള ഒരു ബിഹേവിയറിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിലൊന്നാമത്തെ കാര്യമാണ് ബിഫോർ ടാൻട്രം, അല്ലേ? വാശിയുടെ മുന്നേ അവർ വാശി കാണിക്കുന്ന പോയിൻറ്റ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഐഡൻറ്റിഫൈ ദെയർ ട്രിഗേഴ്സ് എന്നുള്ള അവരെ ട്രിഗർ പോയിൻ്റ്, അവരെ ഇമോഷണലി കൺട്രോൾഡ് ആക്കുന്ന പോയിൻറ്റുകൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അവരാഗ്രഹിക്കുന്ന സാധനം വാങ്ങി കൊടുക്കാതിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഫുഡ്, അല്ലെങ്കിൽ അവർ നല്ല ടയേർഡായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് നല്ലോണം വിശക്കുന്ന സമയത്ത്, അവർക്ക് നല്ലോണം ദാഹിക്കുന്ന സമയത്ത്, അതൊക്കെ ആയിരിക്കും പലപ്പോഴായിട്ട് മക്കളിൽ വാശി കാണിക്കുന്ന ട്രിഗർ പോയിൻ്റ് എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇനി വരുന്ന പോയിൻ്റാണ് നമ്മൾ ഡ്യൂറിങ് ടാൻട്രം എന്ന് പറയുന്നത്. അവർ വാശി പിടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വാശിയൊന്നും പിടിക്കാത്ത സമയത്ത് നമുക്കറിയാം, നമ്മൾ അവെയറാണ് അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് വാശി പിടിക്കുക, അല്ലെങ്കിൽ അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ വാശി പിടിക്കാറെന്നുള്ളതൊക്കെ ആസ് എ പാരൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവെയറാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടൊക്കെ എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഡൗൺ ഒക്കെ ചെയ്യാം, നിങ്ങളൊന്നും കൂടെ നിങ്ങൾ മൈൻഡിൽ അത് ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ശേഷം അവർ വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേ കാം ആൻഡ് പേഷ്യൻസ് എന്ന്, കീപ് പേഷ്യൻസ്. കാരണം നമ്മൾ ശാന്തമായിട്ട് നമ്മളെ ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെടുത്ത ആ ഒരു ഇമോഷണൽ മാനേജ്മെൻറ്റ് മക്കൾ കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി മക്കളിലേക്കും അത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി എമ്പതൈസ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ മോനെ, നിൻ്റെ വിഷമം ഉമ്മക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്തിനാ കരയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇപ്പം നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പം ഭക്ഷണവും വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മളത് മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ആളുടെ ആ ഒരു ബേസിക് നീഡിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതല്ലാതെ വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ടോയ്സ്, ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിൻ്റെ വിഷമം ഓക്കെ ഉമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുവരെ നമ്മൾ എന്താ ചെയ്തത്? അവരെ ഫീലിങ്സ് കേൾക്കാതെ നമ്മൾ ഇമോഷൻ അവിടെ ഇട്ട് കയ്യൂല അത് ഇതെന്നൊക്കെ നമ്മളിങ്ങനെ ചൂടാവുക ചെയ്യുന്നത്. ആ ചൂടാവുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക.
എന്നിട്ട് നമ്മൾ പോസിറ്റീവ് ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ചോയ്സസ് കൊടുക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം പോവാം, അങ്ങനെയാണ് നമുക്ക് ഒന്നും കൂടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പറയാം. അങ്ങനെ അവരെന്തിനാണോ വാശി പിടിക്കുന്നത് അത് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്കൊരു സേഫായിട്ടുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജനമധ്യത്തിലിട്ട് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലിട്ട് അവരോട് ദേഷ്യം പിടിക്കുന്നതിന് പുറമെ അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആ രീതിയിൽ അവരുടെ അടുത്ത് കാമായിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് പോസിറ്റീവ് ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഈ കാര്യങ്ങളുടെ കോസ് ആൻഡ് ഇഫക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഡ്യൂറിങ് ടാൻട്രമിൻ്റെ സമയത്ത് ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനുശേഷം എന്തായി ആഫ്റ്റർ ഇത് കഴിയും, ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ആളും ശാന്തനാവും, നിങ്ങളും ഓക്കെയാണ്. അവർ ശാന്തനായെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്താണ് ആഫ്റ്റർ ടാൻട്രംസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആ സമയങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എന്താണ് മോനെ ആ സമയത്ത് തന്നെ അങ്ങനെ വാശി പിടിച്ചേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സമയത്തിനെ കുറിച്ചിട്ട് ശേഷം അവനൊന്ന് കാമായി നോർമൽ എത്തിയത് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഓപ്പണായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. രണ്ടാമത്തത് ടീച്ച് ഇമോഷണൽ റെഗുലേഷൻ. അവരെ നമ്മൾ ഇമോഷണലി എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, അവരുടെ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവരെ ടീച്ച് ചെയ്യണം. ടീച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം നമ്മൾ ആ ഇമോഷണൽ റെഗുലേഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ത്രൂ ഔട്ട് കൊണ്ടുപോകുമ്പോൾ ഒബ്വിയസ്ലി മക്കളിലേക്കും ആ ഇമോഷണൽ റെഗുലേഷൻ അവരും പഠിച്ചു തുടങ്ങുമെന്നുള്ളതാണ്. പിന്നെ ടീച്ച് പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇരുന്ന് വാശി പിടിച്ച് കരയാതെ നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ മെത്തേഡുകളിലൂടെ നമുക്കത് സോൾവ് ചെയ്യാം, അതെങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് വളരെ കാമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മക്കളെടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അവരവരുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനും ഇറ്റ്സ് ഓക്കെ, ആ സമയത്ത് ഞാൻ ഇതല്ല ചെയ്യാണ്ടായിരുന്നത്, ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അടിപൊളി, അപ്പോൾ എനിക്കും കുറച്ചും കൂടെ ഹാപ്പി ആവാൻ വേണ്ടി പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് അത് ആ ഒരു ഫീൽ വരും. എന്നാൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാശിൻ്റെ സമയത്ത് അവർ ഒരു മെച്ചൂർഡായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതോ കൺട്രോൾ ചെയ്യുന്നതോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളതിനെ അപ്രീസിയേറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളത് എടുത്ത് അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ ഞാനിത് പഠിച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ടൈമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. വാശി പിടിക്കുന്നതിന് മുന്നേയും വാശി പിടിക്കുന്ന സമയത്തും വാശി പിടിച്ചതിന് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 to 3 months വരെയൊക്കെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ടി വരും. ഇത് ഫോളോ ചെയ്ത് അത് അവരിൽ കണ്ടീഷനിങ് ആവുന്നത് വരെ അതിനുശേഷം നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അതേപോലെ നിങ്ങളിലും വലിയൊരു മാറ്റം, കാരണം നിങ്ങളെ ഇമോഷൻസിനെ നിങ്ങൾ അവെയർ ആവാനും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വരെയും നിങ്ങൾക്ക് സാധിക്കും. ഈവൻ ചെറിയ മക്കളിൽ വരെ നമ്മൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 3 വയസ്സ് മുതലുള്ള മക്കൾക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ലെവൽ ഓഫ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ഇതേപോലത്തെ അറിവുകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഫീഡ്ബാക്സുകളും കമൻറ്റുകളായിട്ട് അറിയിക്കണേ. താങ്ക്